നെല്ല് സംഭരണത്തിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 50 കോടി അനുവദിച്ച് ധനകാര്യ വകുപ്പ്. കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ 207 കോടി കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കർഷകർക്ക് സീസണിലെ നെല്ലിന്റെ വില വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാനാണ് തുക അനുവദിച്ചത്. അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർച്ചന. റോഷ്നി, ഇപ്പോൾ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോക്ക് ഏകദേശം 50 കോടി രൂപയോളമാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. നെല്ല് സംഭരണത്തിന് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് ഇത്തരത്തിൽ 50 കോടിയോളം രൂപ അനുവദിച്ചിരിക്കുന്നത്. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ ഏകദേശം 207 കോടി രൂപ കുടിശ്ശിക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നതും. ഈ ഒരു സീസണിലെ നെല്ലിന്റെ വില കർഷകർക്ക് വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാർ ഈ തുക അനുവദിച്ചതെന്ന കാര്യം കൂടെ ധനകാര്യ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ വിഹിതത്തിന് കാത്തു നിൽക്കാതെ നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് വില നൽകുന്ന കേരളത്തിലെ രീതിയെ പറ്റിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു പ്രഖ്യാപനത്തിലുള്ളതും. റോഷ്നി. ശരി, അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.